അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ അതിനുള്ള ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് നാട്ടിൽ നിന്ന് എത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ലേശം ഐസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് നമുക്കത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പം നമ്മളതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, ലേശം ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാളയും ഇഞ്ചി പച്ചമുളകെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. വെപ്പിലുണ്ടാക്കി നന്നായിട്ടത് വാടിയെടുക്കും. അതിലേക്ക് നമ്മൾ ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കട്ടെ. കുരുമുളക് കൂടി ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ അത് നേരിയ തീയിക്കിടുന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരട്ടെ. അപ്പം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ കറി മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളി ഉപ്പും എല്ലാം ഇട്ട് നന്നായിട്ട് വേവിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊടികൾ മാത്രമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്, സവാളയും ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങൾ മെസ്സേജിലൂടെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.